കൂട്ടുകാരെ, എങ്ങനെ കുടുംബങ്ങൾക്ക് അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ ഇനി എല്ലാവരുടെയും ആ ഒരു കാര്യത്തിലൊരു തീരുമാനമാക്കുന്നുണ്ട്. എന്തായാലും വെറുതെ ഒരു നിർത്തുന്നില്ല, എല്ലാവരുടെയും കാര്യം സോൾവ് ആക്കി തന്നെയായിട്ട് പരമ്പര അവസാനിപ്പിക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെയുള്ള ഒരു അവസാനം തന്നെയാട്ടോ ഇന്നത്തെ കാര്യത്തിൽ. നമ്മുടെ അനിരുദ്ധിൻ്റെയും പ്രതീഷിൻ്റെയും സ്വരമോളുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്വരമോള് പോലീസുകാരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ആ ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കാണും, രണ്ടുപേര് ചേർന്ന് സ്വരമോളെ എടുത്തിട്ട് പോണത്. പക്ഷെ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എത്തിക്കുകയായിരിക്കാം നമ്മുടെ സ്വരമോളെ. അതിനുശേഷം നമ്മുടെ അനിരുദ്ധിനെ വിളിച്ച് പറഞ്ഞ് നമ്മുടെ ശ്രീനിലയത്തിലേക്ക് സ്വരമോൾ എത്തിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിങ്ങനെ നമ്മുടെ സുമിത്ര പറയുന്നുണ്ട്, അനന്യ സ്വരമോളുടെ അമ്മയാടാ, നീ എന്താ പറയുക, അവൾ കൊടുത്ത ആ ഒരു വാത്സല്യവും സ്നേഹവും വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അവളൊരു പെൺകുട്ടിയാണ്, അവൾക്കിപ്പോൾ ആവശ്യം ഒരു അമ്മയാണെന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷ ഒന്നും പ്രതികരിക്കാതെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ശേഷം പിറ്റേ ദിവസം നമ്മുടെ എന്താ പറയുക സ്വരമോള് പപ്പയ്ക്ക് എന്താ പറയുക പ്രതീഷിനെ പപ്പാന്ന് വിളിച്ചുകൊണ്ട് വന്ന് ചായയൊക്കെ കൊടുക്കുന്ന രംഗം കേട്ടോ. ഭയങ്കര രസമുള്ളൊരു രംഗം തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ അനന്യയും സുമിത്രയും അനിരുദ്ധൊക്കെ വന്ന് പറയുന്നുണ്ട്, അവളോട് എല്ലാ കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനന്യ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സ്വാർത്ഥത കൂടിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഇനി നമ്മുടെ സ്വരമോളെ പ്രതീക്ഷ തന്നെ വളർത്തിക്കോ, പ്രതീഷിനെ തന്നെ അച്ഛനായി കണ്ടോട്ടെ, ഞങ്ങൾ രണ്ടുപേരും ഇറ്റലിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷ പറയുന്നുണ്ട്, വേണ്ട, എനിക്കാണ് തെറ്റുപറ്റിയത്, ഞാനാണ് സ്വാർത്ഥത കാണിച്ചത്, ഇവൾക്കിപ്പോൾ ഒരു അമ്മയുടെ സ്നേഹമാണ് ആവശ്യം. ഞാൻ ഇനി നിങ്ങൾക്ക് ഇവളെ പൂർണ്ണമായിട്ട് തരികയാണ്. ഇനി ഞാൻ ഒരു ശല്യത്തിനും ഉണ്ടാകില്ല. എപ്പോഴെങ്കിലും ഇവളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞാനിവിടെ ഇവളുടെ പപ്പയായിട്ട് ഇവളെ കാത്തിരുന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക, ആരുടെയും കണ്ണൊക്കെ നിറഞ്ഞു പോകട്ടെ ഈ ഒരു രംഗങ്ങൾ കാണുമ്പോൾ. ഭയങ്കര ഇത് തന്നെയാട്ടോ. എന്തായാലും കുടുംബവിളക്ക് വളരെ മികച്ച രീതിയിലുള്ളൊരു ക്ലൈമാക്സിലേക്ക് തന്നെയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കാര്യത്തിലൊരു തീരുമാനമാക്കുന്നുണ്ട് എന്തായാലും അവർ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്വരമോളെ തിരികെ അനന്യയുടെ കയ്യിലേക്ക് നമ്മുടെ പ്രതീക്ഷ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വരമോൾ പറയുന്നുണ്ട്, ഇതെൻ്റെ പപ്പയും നമ്മുടെ അനിരുദ്ധിനെ പറയുന്നുണ്ട്, ഇതെൻ്റെ അച്ഛനും, എനിക്ക് അച്ഛനെയും പപ്പയും വേണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രതീക്ഷനെയും അനിരുദ്ധിനെയും കെട്ടിപ്പിടിക്കുന്ന കുറേ ഭയങ്കര മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ കുടുംബവിളക്ക് എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ പ്രേക്ഷകരെ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.